ഇന്ത്യൻ മാസ് സിനിമകളുടെ തലതൊട്ടപ്പനായ KGF വരെ ഇൻസ്പിറേഷൻ നൽകിയ ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് പൊരിക്കാൻ എടുത്തിരിക്കുന്നത്. ഇന്ന് KGF ഒരു മരം പോലെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അതിന് ആദ്യം വിത്തിട്ടത് നമ്മുടെ സ്വന്തം തളപതി വിജയുടെ കുരുവിയാണ്. ഇൻസ്പയറായി ചെയ്ത പടം വൻ ഹിറ്റായി, ഇൻസ്പിറേഷൻ കൊടുത്ത പടം 8 നിലയിൽ പൊട്ടി. എന്റെ വിജയണ്ണൻ 2026 തമിഴ്നാട് CM ആവും. ഞാൻ 2026 സിനിമാ ലോകം ഭരിക്കും ചെയ്യും. കുരുവിയാണെങ്കിൽ 2005 പുറത്തിറങ്ങിയ രാജമൗലിയുടെയും പ്രഭുവിന്റെയും സിനിമയായ ഛത്രപതിയിൽ നിന്നും ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചതാ. പക്ഷെ അത് കാണാൻ ഒരു മെനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അണ്ണന്റെ കുരുവി എന്റെ പൊന്നേ. അപ്പൊ സിനിമയിലേക്ക് വരാം. ആദ്യം തന്നെ ഫോർമുല 1 ട്രാക്കിൽ നായകന്റെ അഴിഞ്ഞാട്ടം കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർ. എന്നാൽ അഴിച്ചിട്ടിട്ട് ആടാൻ നായകൻ ഇതുവരെ എത്തിയിട്ടില്ല. 15 മിനിറ്റിനകം എത്തിയില്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ആക്കുമെന്ന് ഒരുത്തൻ വന്ന് പറയുമ്പോൾ നായകന്റെ കൂട്ടുകാരൻ ഒരു ബിൽഡപ്പ് അങ്ങ് അടിക്കും. അവനെ പറ്റി നിനക്കറിയില്ലടാ. എപ്പോ വരുമെന്ന് നമ്മുടെ BP എല്ലാം കൂട്ടുവന്നേ. എന്നാൽ ഡമാമ് പൊട്ടിത്തെറിച്ചു വരുമടാ. അപ്പോഴേക്കും വേണ്ട നായകൻ ഡ്രെയിനേജിൽ നിന്നും അപ്പി കോരിട്ട് ആ സന്തോഷത്തിൽ പറന്നു വരും. അങ്ങനെ ട്രാക്കിലേക്ക് എത്തി റേസിംഗ് തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ നായകന്റെ വണ്ടി CID മൂസിലെ ദിലീപേട്ടന്റെ വണ്ടി പോലെ ഒരുപാട് പ്രത്യേകതയുള്ള വണ്ടിയാണ്. കൂടെ മത്സരിക്കുന്നവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് കാറിന്റെ ഓരോരോ പാർട്സ് ആയിട്ട് ഊരി വിടും. അങ്ങനെ അവസാനം വിജയണ്ണന്റെ ദി എവർഗ്രീൻ മാസ്റ്റർ പീസ് ഐറ്റം പൊട്ടിപ്പോയ ആക്സിലേറ്റർ കേബിൾ വാ കൊണ്ട് വലിച്ചു കീറി കാറിന്റെ കുണ്ടിൽ നിന്നും തീ വരുത്തി ഫിനിഷിംഗ് പോയിന്റിൽ കാർ പറത്തി കയറ്റി വിജയണ്ണൻ ആ F1 റേസിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കും. തെലുങ്ക് സിനിമയിൽ നിന്നും കോപ്പി അടിച്ചതാണെങ്കിലും ഒരു നിമിഷം തെലുങ്ക് ഓഡിയൻസ് പോലും ഈ സീൻ കണ്ട് നാണിച്ച് തല താഴ്ത്തി കാണും. ഞങ്ങളുടെ ആള് റേസിൽ ഇറങ്ങുന്നതിന് മുമ്പ് വെറും വേണു, ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയ വേണു. റേസ് ജയിച്ച സന്തോഷത്തിൽ ഒരു ഇലക്ഷൻ പാട്ട്. ആരും പറയുന്നേ കേൾക്കാതെ, നേരിൽ കാണാതെ നമ്പാതെ, പോയാ പോട്ടെന്ന് വെക്കാതെ, വിധി എഴുതും ക്ഷാമത്തെ അന്തിമമായി കാണാതെ. അങ്ങനെ ഇലക്ഷൻ പാട്ടൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് വിജയണ്ണന്റെ ഡാഡി ഒരു പലിശക്കാരന്റെ അടുത്ത് നിന്ന് വെറും 50 ലക്ഷം രൂപ കടം വാങ്ങിയിട്ട് ജാമ്യത്തിന് വിജയണ്ണൻ താമസിക്കുന്ന വീടിന്റെ ആധാരം അങ്ങ് കൊടുക്കും. പക്ഷെ വിജയണ്ണന്റെ ഡാഡി 50 ലക്ഷത്തിന്റെ ചെക്ക് പലിശക്കാരന് കൊടുത്തെങ്കിലും അത് ബൗൺസ് ആയി പോകും. ആ പൈസ കൈയോടെ വാങ്ങാൻ മലേഷ്യയിലെ ഡോണായ ഗോച്ചയുടെ അടുത്തേക്ക് വിജയണ്ണൻ പോകും. എന്നാൽ അവിടെ എത്തുമ്പോഴേക്കും വിജയണ്ണനെ ഗൂച്ചയുടെ അളിയൻ അപമാനിച്ചു വിടും. എന്നാൽ വിജയണ്ണൻ ആരാ മുതലേ മലേഷ്യക്കാരന്മാരെ എല്ലാത്തിനെയും നിരത്തി പിടിച്ച് കൂമ്പിലിടിക്കും. ഇങ്ങനെയല്ലടാ, ഇങ്ങനെ സൂക്ഷിച്ചു കരുത്, സിമ്പിൾ ആണ്. നിനക്ക് ഭ്രാന്താടാ പന്നി, ഒരു സ്ഥലത്തില്ലടാ. ഇവ ഹനുമാന്റെ ജന്മമാടാ. അങ്ങനെ അളിയനെ അടിച്ച് ഭിത്തിയിൽ കയറ്റിയിട്ട് വിജയണ്ണൻ ഗോച്ചയുടെ വണ്ടിന്റെ ഡിക്കിയിൽ കയറി ഒളിച്ചിരിക്കും. അവിടെ വെച്ച് അണ്ണൻ ഒരു കാഴ്ച കാണും, ഒരു പെട്ടി. പിന്നീട് ആ പെട്ടിയുടെ പുറകെ ഓടുന്ന ചിലന്തി മാപ്പിളയെ നമുക്ക് കാണാം. ഇത്രയും ഓപ്പൺ വഴി മുമ്പിൽ കിടക്കുമ്പോ എന്തിനാ അണ്ണ ഈ സാഹസം? അപ്പോഴാണ് അണ്ണൻ അറിയുന്നത് ആ പെട്ടിയുടെ അകത്ത് കോടികൾ വിലമതിക്കുന്ന ഡയമണ്ട് ആണെന്ന്. വീട് ജപ്തിയാവാതിരിക്കാൻ അണ്ണൻ ആ ഡയമണ്ട് അങ്ങ് അടിച്ചു മാറ്റിയിട്ട് ഒരു കൽക്കണ്ടം അങ്ങ് വെക്കും. പെട്ടി തുറന്നപ്പോഴാണ് അണ്ണൻ അറിയുന്നത് അത് ഡയമണ്ട് ആണെന്ന്. അതിന്റെ ഇടയ്ക്ക് അണ്ണൻ കൽക്കണ്ടം എവിടെ നിന്ന് ഇറക്കുമതി ചെയ്താന്തോ. ഇതെല്ലാം ഒളിഞ്ഞു കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായകന്റെ മോഷണം കണ്ട നായികയ്ക്ക് അണ്ണനോട് ട്രൂ ലവ് ആവും. എന്തൊക്കെ തരം പ്രണയങ്ങളാ! പ്രണയം തോന്നാൻ ഓരോരോ വഴികളെ. പെണ്ണ് കിട്ടാൻ കക്കാൻ ഇറങ്ങേണ്ട ഗതികേടായല്ലോ ഈശ്വരാ. നായികയ്ക്ക് ഒരു കാമുകനെ കിട്ടിയ സന്തോഷത്തിൽ ഒരു പാട്ട്. അവനെ കണ്ട നിമിഷം തന്നെ നിന്നു പോയ ശ്വാസവും ശേഷം അണ്ണൻ ഗൂച്ചയെ വിളിച്ച് അതിരടി മാസ് ഡയലോഗ് അടിച്ചിട്ട് എയർപോർട്ടിൽ ഒറ്റയ്ക്ക് വാടാ എന്ന് പറയും. എന്നാൽ ഗൂച്ച വിജയണ്ണനെ പിടിക്കാൻ ഒരു ലോഡ് ആൾക്കാരെയും കൊണ്ടാണ് വരുന്നത്. മലേഷ്യൻ ഡോണാണ് അത്രേ ഡോൺ. അവിടെ വെച്ച് അണ്ണനെ അവർ കാണും. അതിസാഹസികമായി അണ്ണൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഡയമണ്ടുമായി പ്ലെയിനിൽ കയറും. അപ്പൊ ഈ മലേഷ്യൻ എയർപോർട്ടിൽ സ്കാനിങ്ങും ചെക്കിങ്ങും ഒന്നും ഇല്ലേടേ. ഫുൾ സീനും ഛത്രപതിയിൽ നിന്നും കോപ്പി അടിച്ചാൽ പ്രേക്ഷകർ തൂക്കുമെന്ന് മനസ്സിലാക്കിയ ഇതിന്റെ ഡയറക്ടർ ധരണി കുറച്ച് സീൻ വെട്ടത്തിൽ നിന്നും കോപ്പി അടിച്ച് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ നിങ്ങളുടെ ബാഗ് പോയ പോലെ ടെൻഷൻ അടിക്കുന്നേ? എന്താ മാഡം അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? മാഡത്തിന്റെ ബാഗ് ഞങ്ങളുടെ ബാഗ് എന്നൊക്കെ ഉണ്ടോ? നമ്മുടെ ബാഗ് മാഡം, നമ്മുടെ ബാഗ്. അമ്മൂമ്മയും കൊച്ചുമ്മനോട് ഉമ്മം വെച്ച് കളിക്കേ. കോപ്പി അടിച്ചതിന്റെ ക്ഷീണം മാറ്റാൻ ഒരു പാട്ട്. പാട്ടിന്റെ ഇടയിൽ ഗോച്ചയും ഫാമിലിയും സ്ഥലത്തെത്തും.
ഏതാണ് ഒറിജിനൽ ഏതാണ് കണ്ണാടി എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പൊട്ടന്മാരാണ് സ്വയം പ്രഖ്യാപിക ഡോൺസ്. കണ്ണാടിയിലാണെങ്കിൽ ബാക്കി എല്ലാവരും ഇൻവിസിബിൾ, അണ്ണനും അണ്ണിയും മാത്രം നിറഞ്ഞു കവിഞ്ഞ് നിൽപ്പുണ്ട്. ശാസ്ത്രം തോറ്റു, വിജയണ്ണൻ ജയിച്ചു. ശേഷം വിജയണ്ണന്റെ ദേഹത്ത് ചിലന്തി മാപ്പിളയുടെ പ്രേതം കയറും. പിന്നീട് നടന്നത് കാട്ടപരാധം. അവിടെ വെച്ചാണ് നായിക അറിയുന്നത് നായിക തപ്പിക്കൊണ്ട് നടന്ന കുമ്പിടി അല്ല കുരുവി അണ്ണനാണെന്ന്. ചാവാൻ കിടക്കുമ്പോഴാണ് അവളെ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇതിനുശേഷമാണ് ഇന്ത്യൻ സിനിമയെ സ്തംഭിപ്പിച്ച ആ ഒരു കിണ്ണം കാച്ചി സീൻ. തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഓരോരുത്തരും രോമാഞ്ചം കൊണ്ട് മരവിച്ചു പോയ ആ ഒരു സീൻ. ബാലയെയും ചിരഞ്ജീവികാരു പോലും അണ്ണന്റെ മുമ്പിൽ കുമ്പിട്ട ആ ഒരു സീൻ. ഒന്നരമായിരിക്കുന്നു. വെറുതെ പറയാനൊന്നും ആയിരിക്കരുത്. വണ്ടർഫുൾ. പക്ഷെ മാപ്പിള ഇത്രയൊക്കെ വലവിട്ട് പോയിട്ടും ഗോച്ച അണ്ണന്റെ വീട്ടിൽ കയറി കൊച്ചിനെ എടുത്ത് ഭീഷണിപ്പെടുത്തി അണ്ണനെ ഒരു ലിഫ്റ്റിൽ കയറ്റും. അല്ല, എന്തിനായിരിക്കാം ഇങ്ങനെ ഒരു ലിഫ്റ്റിന്റെ ആവശ്യം അവിടെ, അതും വീട്ടിന്റെ പുറത്ത്? ചിലപ്പോ അണ്ണന് മാസം ഉണ്ടാക്കാനായിരിക്കും. അണ്ണൻ അങ്ങനെ ലിഫ്റ്റിൽ കയറുന്നു, ഡയമണ്ട് കൈമാറുന്നു, ശേഷം ഭൂമിന്റെ അടിയിലോട്ട് പോകുന്നു. നീ ഭസ്മമായി പോകൂടാ, നീ നശിച്ചു പോകൂടാ. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം. ഭൂമിന്റെ അടിയിലേക്ക് പോയ അണ്ണൻ പുഷ്പം പോലെ വെള്ളത്തിന്റെ അടിയിൽ വെച്ച് ലിഫ്റ്റ് ചവിട്ടിപ്പൊളിച്ച് പുറത്തു വരും. അടിപൊളി. വീണ്ടും ശാസ്ത്രം തോറ്റു, വിജയണ്ണൻ ജയിച്ചു. അണ്ണനെ രക്ഷിക്കാനായിട്ട് കുറച്ച് നാട്ടുകാരെടുത്ത് കൂടെ ചാടിയിട്ടുണ്ടായിരുന്നു. അവരുടെ ശവം കണ്ടുകിട്ടുന്നവർ കമ്മിറ്റിയിൽ അറിയിക്കേണ്ടതാണ്. അവിടുന്ന് അണ്ണൻ നേരെ കാറെടുത്ത് ചീറിപ്പാന് ഗോച്ചയുടെ ഓപ്പോസിറ്റുള്ള വഴിയിൽ കൂടി ഓട്ടിച്ചോണ്ട് വരും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അവിടെ വെച്ച് നല്ല തീപ്പൊരി ഡയലോഗൊക്കെ അടിച്ചിട്ട് ഗോച്ചനെ ഇടിച്ച് റൊട്ടിയാക്കും. കാട്ടിൽ ഞാൻ സിംഹം, ആകാശത്തിൽ ഇടി, കടലിലെ സ്രാവ്, കാറ്റാണ് ചുഴലിക്കാറ്റ്. റൊട്ടിയാക്കിയ കാര്യം നായിക അറിയും. ചേട്ടനെ ഇടിച്ച് റൊട്ടിയാക്കിയ സന്തോഷത്തിൽ ഒരു പാട്ട്. തേൻ 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 എന്നെ ഞാനും മറന്നേ, നിന്നെ കാണാ ഭയത്താൽ കരഞ്ഞേ. ശേഷം കുരുവി അണ്ണൻ KGF-ലേക്ക് പോവും. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചുറ്റികയ്ക്ക് പകരം കോടാലി എടുത്തോണ്ടങ്ങ് ഇറങ്ങും. എന്നിട്ട് അവിടുത്തെ ജനങ്ങളെയും സ്വന്തം ഡാഡിയെയും രക്ഷിച്ചിട്ട് പോയി വല്ലതും കഴിക്കുമോനെ. അണ്ണൻ നേരെ പടം തീർക്കാൻ ഗോച്ചയുടെ അടുത്ത് പോയി പഞ്ച് ഡയലോഗ് അടിക്കും. നീ കേടിയാണെങ്കിലേ ഞാൻ ജില്ല കേടിയാടാ. എന്നിട്ട് ഗോച്ചയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് ക്ലൈമാക്സും കൂടി ഛത്രപതിയിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പടം അവസാനിപ്പിക്കും. ചേട്ടൻ ജയിലിൽ പോയ സന്തോഷത്തിൽ വീണ്ടും ഒരു പാട്ട്. നടക്കുമോ, കുടുകുടാന്ന് ചിരിക്കുമോ, എടുപ്പിടീന്ന് ഇരിക്കുമോ, പടപടാന്ന് കുടയുമോ, മുഴമുഴന്ന് യമ്മായമ്മ, മുഴമുഴന്ന് യമ്മായമ്മ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുബായി. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ വലിച്ചു കീറണമെന്ന് തോന്നിയിട്ടുള്ള പടങ്ങൾ കമന്റിൽ അറിയിച്ചാൽ വരുന്ന ദിവസങ്ങളിൽ അത് വീഡിയോസ് ആക്കി നമ്മൾ അപ്ലോഡ് ആക്കുന്നതായിരിക്കും.